നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പേരുമാറ്റം. നഗര കേന്ദ്രീകൃതമായ പേര് കമ്പനിയുടെ നിലവിലെയും ഭാവിയിലെയും വിപുലമായ പ്രവർത്തന മേഖലയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാൽ കേരളം മെട്രോ റെയിൽ എന്ന പുതിയ പേര് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവ് ഹീരാബെൻ മോദിയെയും അധിക്ഷേപിച്ചെന്ന കേസിൽ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജാൻമണി അറസ്റ്റിൽ. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ പരാതിയിലാണ് നടപടി. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ഡൽഹിയിലെ ജന്തർ മന്തർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെയുള്ള ജാൻമണിയുടെ വിവാദ പരാമർശം. സംഭവം വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതോടെ ജാൻമണി പരസ്യമായി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും ഡൽഹിയിലെ ഒരു കണ്ടന്റ് കണ്ട് മീഡിയ ചോദിച്ചപ്പോൾ പ്രതികരിച്ചതാണെന്നും അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞതെന്നും ഒരു ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും ജാൻമണി വിശദീകരിച്ചു. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ കുറ്റപത്രം നൽകി പോലീസ്. കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നുവെന്നും ശരീരത്തിൽ 96 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ. നെടുമങ്ങാട് SC/ST കോടതി